വ്യോമ പ്രതിരോധ സംവിധാനം ഏറെ കൊട്ടിഘോഷിച്ച അയൺ ഡോം, അതിൻ്റെ മിസൈലുകൾ തീരുമെന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഒരു മൗനസമ്മതം കൊടുത്ത ഒരു ആക്രമണം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനുമാനം ഇസ്രായേലിന് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ. ഇസ്രായേലിന് എത്തും എന്നത് ഉറപ്പാണ്. ഈ 12 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച സമയം, 14ഓളം ദിവസങ്ങൾ ഈ ആയുധങ്ങൾ റീപ്ലെനിഷ് ചെയ്യാനുള്ള അവസരമായി ആർക്കും തടയാനാവില്ല. അത് അമേരിക്കൻ ആയുധങ്ങൾ തന്നെ ആയിരിക്കും. പേട്രിയോട്ട് മിസൈലുകളുടെ കൂടുതൽ ബാറ്ററീസ് എത്താൻ സാധ്യതയുണ്ട്. ഥാഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എത്താൻ, ഇതെല്ലാം പേട്രിയോട്ടും ഥാഡും എല്ലാം തന്നെ അമേരിക്ക ഇസ്രായേൽ നൽകിയിട്ടുള്ളതാണ്, മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളതാണ്. ഇസ്രായേലിനെ പരിഷ്കരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇസ്രായേലിൽ തന്നെ ഡേവിഡ് സ്ലിങ്ങിൻ്റെ എണ്ണം കുറയുന്നു, ആരോ മിസൈൽ സംവിധാനത്തിൻ്റെ എണ്ണം കുറയുന്നു, അയൺ ഡോം അതിൽ സുഷിരങ്ങൾ വീഴുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികം തന്നെയാണ്. അത് ലോകത്തൊന്നും ഫുൾ പ്രൂഫ് അല്ല എന്ന് ഓർക്കണം. 100 കണക്കിന് മിസൈലുകൾ വരുമ്പോൾ സ്വാഭാവികം ലോ ഓഫ് ദ ആവറേജസ് എന്ന് പറയുന്നത് ഏതാനും മിസൈലുകൾ ആ പ്രതിരോധം ഭേദിച്ച് താഴെ വീഴും എന്നത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ മൾട്ടിപ്പിൾ വാർ ഹെഡ്സ് അത് ഇറാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പം മൾട്ടിപ്പിൾ വാർ ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു മിസൈലിൽ ഒന്നിലധികം പോർമുനകൾ ഘടിപ്പിച്ച് താഴേക്ക് വരുമ്പോൾ അത് പലതായി ചിതറി താഴെ പതിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഥാഡ് സംവിധാനത്തിൽ അല്ലെങ്കിൽ ഏറിയൽ പ്രതിരോധ സംവിധാനത്തിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ ഉണ്ടായ നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായത്. നോക്കൂ, ഈ ഇസ്രായേൽ ഇങ്ങനെയുള്ള കാർപ്പറ്റ് ബോംബിംഗ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബിംഗ് എന്നൊക്കെ പറയും. ക്ലസ്റ്റർ ബോംബിങ്ങിനൊക്കെ പിന്നെ അനുകൂലമായ നിലപാടാണ് മുൻപെടുത്തിട്ടുള്ളത്. ഇസ്രായേൽ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് യുദ്ധരംഗത്ത്. അപ്പം ഞങ്ങളത് തുടരുമെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഇപ്പോൾ ക്ലസ്റ്റർ ബോംബിൻ്റെ ഭീഷണി ഇസ്രായേൽ നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ച, ഒരു തരം കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം.